അപ്പോൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ എസ്റ്റേറ്റ്സ് 3 എസ്റ്റേറ്റ്സ് വരെയാണ് നോക്കി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടത്തുമെന്ന് പറഞ്ഞു. ഫ്രാൻസിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ലിഖിത ഭരണഘടന നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നതെന്ന് കണ്ടു. അതുപോലെ വിവിധതരം നികുതികൾ കണ്ടു. പിന്നെ പ്രഭുക്കന്മാർ സാധാരണക്കാരുടെ മേലെ അവരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്ന വിവിധ രീതികൾ കണ്ടു. 3 എസ്റ്റേറ്റ്സുകൾ ആരൊക്കെയാണെന്ന് കണ്ടു. 3 എസ്റ്റേറ്റ്സുകളെ കുറിച്ചിട്ട് ചെറുതായിട്ടൊരു വിവരണവും കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മധ്യവർഗത്തിൻ്റെ ഉദയം പറയുന്ന പോർഷൻസ് തൊട്ടിട്ടാണ്. ഓക്കെ. 18ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹത്തിൽ ഒരു മധ്യവർഗം ഉയർന്നു വന്നു. ഫ്രാൻസിൻ്റെ കാർഷിക വ്യാവസായിക രംഗത്ത് ഇക്കാലത്തുണ്ടായ പുരോഗതി മധ്യവർഗത്തിൻ്റെ ഉദയത്തിന് കാരണമായി. കാർഷിക വ്യാവസായിക രംഗത്തുണ്ടായ വളർച്ചയോടെ പുതിയ നഗരങ്ങൾ ഉയർന്നു വന്നു. നഗരങ്ങളിലെ തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയവർ സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും മധ്യവർഗത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ആഭ്യന്തര വാണിജ്യവും കോളനികളുമായുള്ള കച്ചവടവും ഫ്രാൻസിലെ വ്യാവസായികളെ സമ്പന്നരാക്കി. പ്രധാന തുറമുഖങ്ങളും പട്ടണങ്ങളും ഈ സമ്പന്നരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇവരും മധ്യവർഗത്തിൻ്റെ ഭാഗമായിരുന്നു. ഇങ്ങനെ രൂപപ്പെട്ട മധ്യവർഗത്തിൽ ഡോക്ടർമാർ, നിയമജ്ഞർ, ബാങ്കർമാർ എന്നിവരും ഉൾപ്പെട്ടിരുന്നു. ഈ മധ്യവർഗവും സാധാരണക്കാരെ പോലെ ഭരണകൂടത്തിനും പ്രഭുക്കൾക്കും നികുതി നൽകണമായിരുന്നു. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുൻപന്തിയിലെത്തിയിട്ടും ഭരണത്തിലും സൈന്യത്തിലും അവർക്ക് അർഹിക്കുന്ന പദവിയോ അധികാരമോ ലഭിച്ചിരുന്നില്ല. ചുരുക്കത്തിൽ കടുത്ത അസംതൃപ്തിയോടെയാണ് മധ്യവർഗം കഴിഞ്ഞിരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഗബല്ലെ എന്ന് പറഞ്ഞിട്ട് ഒരു നികുതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കി നോക്കാം. 13ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന ഒരു നികുതിയായിരുന്നു ഇത്. 15ാം നൂറ്റാണ്ട് മുതൽ ഇത് ഉപ്പിന് മാത്രമായി മാറി. ഗബല്ലെ എന്ന് പറയുന്ന നികുതി 13ാം നൂറ്റാണ്ടിൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലും ഉണ്ടായിരുന്ന നികുതിയായിരുന്നു. അത് 15ാം നൂറ്റാണ്ട് മുതൽ എന്തായി? ഉപ്പിന് മാത്രമായിട്ട് മാറി. തികച്ചും ജനവിരുദ്ധമായ നികുതിയായിരുന്നു ഗബല്ലെ എന്ന് പറയുന്നത്. ഗബല്ലെ അല്ലെങ്കിൽ ഗബൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ബിൽ ആൻഡ് ഏരിയൽ ഡ്യൂറൻറ്റിനെ കുറിച്ചിട്ട് അവർ പറയുന്ന ഒരു ചെറിയൊരു പോർഷൻ തന്നിട്ടുണ്ട്. പ്രശസ്ത ചരിത്രകാരായ ബിൽ ഡ്യൂറൻറ്റും ഏരിയൽ ഡ്യൂറൻറ്റും ഫ്രഞ്ച് വിപ്ലവത്തിൽ മധ്യവർഗത്തിൻ്റെ പങ്കിനെ പറ്റി എന്താ പറയുന്നതെന്ന് നോക്കാം. അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വാസി എന്ന് പറയുന്ന മധ്യവർഗമാണ് പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സത്ത എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വാസിയുടെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സത്ത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവ 2 ചരിത്രകാരന്മാരെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ബിൽ ഡ്യൂറൻറ്റും അതേപോലെ ഏരിയൽ ഡ്യൂറൻറ്റും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പേജ് നോക്കാം. ഇവിടെ 1ാം എസ്റ്റേറ്റ്, അതേപോലെ 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ്, ഇവിടെ രാജാവിൻ്റെ ദൈവദത്താവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 18ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹത്തിൻ്റെ സവിശേഷതകൾ, രാജാവ് എങ്ങനെയായിരുന്നു, പുരോഹിതന്മാർ, അതേപോലെ പ്രഭുക്കന്മാർ, സാധാരണക്കാർ, മധ്യവർഗം, അവരെങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? നോക്കാം. സാമ്പത്തിക പ്രതിസന്ധി. 1770കളിൽ ഫ്രാൻസിലെ കാർഷിക രംഗം കടുത്ത പ്രതിസന്ധി നേരിട്ടു. ഉൽപ്പാദനത്തിലെ കുറവായിരുന്നു ഇതിന് കാരണമായത്. ഇത് ധാന്യങ്ങളുടെയും റൊട്ടിയുടെയും വില വർധനവിന് കാരണമായി. 1730നും 1789നും ഇടയിലുള്ള കാലത്ത് ധാന്യങ്ങളുടെ വിലയിൽ 60% വർധനവുണ്ടായി. എന്നാൽ തൊഴിലാളികളുടെ കൂലിയിലെ വർധനവ് 22% മാത്രമായി. 1730നും 89നും ഇടയ്ക്കുള്ള കാലത്ത് ധാന്യങ്ങളുടെ വിലയിൽ 60% വർധനവുണ്ടായി. എന്നാൽ തൊഴിലാളികളുടെ കൂലിയിലെ വർധനവ് 22% മാത്രമായിരുന്നു. തീറ്റപ്പുല്ലിനുണ്ടായ കടുത്ത ക്ഷാമം കന്നുകാലി സമ്പത്തിൽ വലിയ കുറവുണ്ടാക്കി.
ജനസംഖ്യയുടെ 1/3 ഈ പ്രശ്നം പ്രതികൂലമായി ബാധിച്ചു. ബ്രിട്ടനും ഫ്രാൻസും ഒപ്പുവെച്ച കച്ചവട കരാർ പ്രകാരം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ഇറക്കുമതി തീരുവയിൽ വലിയ കുറവുണ്ടായി. ഇതോടെ ഫ്രഞ്ച് വിപണിയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വന്നു നിറയുകയും ഫ്രാൻസിലെ കരകൗശല തൊഴിലാളികൾ തൊഴിൽ രഹിതരാവുകയും ചെയ്തു. ഇങ്ങനെ അസംതൃപ്തരായ കർഷകരും കൈത്തൊഴിലാളികളും മറ്റ് കരകൗശല തൊഴിലാളികളും മറ്റ് തൊഴിലുകാരും ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി. ഫ്രാൻസിൻ്റെ പരാധീനത മറികടക്കുന്നതിനായി ബാങ്കർമാരിൽ നിന്നും വൻ തുകകൾ ലൂയി 16 വായ്പകളായി സ്വീകരിച്ചിരുന്നു. സർക്കാർ ഈ വായ്പകൾക്ക് പകരമായി ബോണ്ടുകൾ നൽകിയിരുന്നു. ഫ്രഞ്ച് സർക്കാരിൻ്റെ ഖജനാവ് ശൂന്യമായത് ബാങ്കർമാരെ വായ്പ നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും നികുതി ഭാരം ഒരേപോലെ ആയിരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. നികുതി ചുമത്തുന്നതിൽ നിലനിന്നിരുന്ന അസമത്വമായിരുന്നു ബാങ്കർമാരടങ്ങുന്ന മധ്യവർഗം ഫ്രഞ്ച് ഭരണകൂടത്തിനെതിരാകുവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തിൽ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് 1730-89 കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ധാന്യങ്ങളുടെ വില 60% വളർന്നു. പക്ഷെ അതിനനുസരിച്ചിട്ട് എന്തുണ്ടായില്ല, തൊഴിലാളികളുടെ കൂലിയിൽ വർധനവൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതെന്തായി, ജനങ്ങളുടെ ജീവിത രീതിയെ പ്രതികൂലമായി ബാധിക്കും. അങ്ങനെ ഫ്രാൻസിൽ വിലവർധനവുണ്ടായെന്ന് മാത്രമല്ല, ഫ്രാൻസിൻ്റെ വിപണിയിൽ മുഴുവൻ എന്തായി, ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ വന്ന് നിറയാൻ തുടങ്ങിയത് കാരണം ഫ്രാൻസിലെ തൊഴിലാളികളുടെ, അതായത് കരകൗശല തൊഴിലാളികളും അതുപോലെ കൈത്തൊഴിലാളികളും കർഷകർക്കും എന്ത് ഉണ്ടായില്ല, അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനോ ഉള്ള ഒരു കമ്പോളം അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്താക്കിയ ജനങ്ങളെ രോഷാകുലരാക്കി. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ സാമ്പത്തിക പ്രതിസന്ധി എടുക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ ടൈമിൽ ലൂയി 16 എന്ത് ചെയ്യുന്നത്, ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൂയി 16 ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കർമാരിൽ നിന്ന് കുറച്ച് വായ്പകൾ എടുത്തു. എന്നിട്ട് ഈ വായ്പകൾക്ക് പകരമായിട്ട് ബോണ്ടുകൾ നൽകി. സർക്കാർ ഈ വായ്പകൾക്കെതിരായിട്ട് പകരമായിട്ട് ബോണ്ടുകൾ നൽകിയിരുന്നു. പക്ഷേ ഈ ഇങ്ങനെ വായ്പകൾ സ്വീകരിച്ച് ബോണ്ടുകൾ നൽകുന്ന ടൈമിൽ സർക്കാരിൻ്റെ ഖജനാവ് ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ബാങ്കർമാർ എന്ത് ചെയ്തു, ഈ വായ്പകൾ കൊടുക്കുന്നത് നിർത്തലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. സോ അവർ വായ്പകൾ കൊടുക്കുന്നത് നിർത്തലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് അവർ പറഞ്ഞൊരു ആവശ്യം എന്ന് പറയുന്നത് ഫ്രാൻസിലെ എല്ലാ ആളുകൾക്കും ഒരേപോലുള്ള നികുതി ചുമത്തണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. കാരണം ഓൾറെഡി മധ്യവർഗത്തിനും സാധാരണക്കാർക്കും നല്ല നികുതി ഭാരം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേ സ്ഥാനത്ത് ഫ്രാൻസിലെ ഭൂസ്വത്തിൻ്റെ പകുതിയിലധികവും കൈവച്ചിട്ടുണ്ടായിരുന്ന പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും എന്തുണ്ടായിരുന്നില്ല, അധികം നികുതികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു, നികുതി എല്ലാവർക്കും ഒരേ അളവിലാക്കാൻ വേണ്ടിയിട്ട് ബാങ്കർമാരും ആവശ്യപ്പെടാൻ തുടങ്ങി. അതാണ് നികുതി ചുമത്തുന്നതിൽ നിന്ന് അസമത്വമായിരുന്നു ബാങ്കർമാരടങ്ങുന്ന മധ്യവർഗം ഫ്രഞ്ച് ഭരണകൂടത്തിനെതിരാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. ഇനി ഫ്രാൻസിലെ ഈ പ്രശ്നങ്ങളിലൊക്കെ കുറച്ച് ചിന്തകന്മാരുടെ സ്വാധീനം കൂടെ നമുക്ക് കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ചിന്തകരാണ് ആരൊക്കെ, വോൾട്ടയർ, റൂസോ, അതേപോലെ മോണ്ടസ്ക്യൂ എന്ന് പറയുന്നവർ. ഓക്കെ അല്ലേ. അപ്പോൾ ഫ്രാൻസിൽ ചിന്തകന്മാരുടെ സ്വാധീനം എന്താണെന്ന് നോക്കാം. ഫ്രാൻസിലെ തത്വചിന്തകരും അവരുടെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ബോധ്യപ്പെടുത്തുകയും അനീതിക്കെതിരെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച ചില ചിന്തകന്മാരെ പരിചയപ്പെടാം. ആദ്യം പറയുന്നത് വോൾട്ടയറാണ്. വോൾട്ടയർ തത്വചിന്തകനും ചരിത്രകാരനും ആക്ഷേപഹാസ്യകാരനുമായിരുന്ന ഒരു മനുഷ്യസ്നേഹിയായിരുന്നു വോൾട്ടയർ. അദ്ദേഹം ഒരു ദൈവനിഷേധിയായിരുന്നില്ലെങ്കിലും തൻ്റെ ലേഖനങ്ങളിലൂടെ പുരോഹിതന്മാരെ നിരന്തരം വിമർശിച്ചിരുന്നു. തൻ്റെ നിലപാടുകളും രചനകളും മൂലം അദ്ദേഹം ഫ്രാൻസിൽ നിന്നും പുറത്താക്കപ്പെട്ടു. വോൾട്ടയറെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു തത്വചിന്തകനായിരുന്നു, ചരിത്രകാരനാണ്, അതേപോലെ ആക്ഷേപഹാസ്യകാരനാണ്. കൂടാതെ അദ്ദേഹം ദൈവനിഷേധി ആയിരുന്നില്ല, പക്ഷെ എന്തായിരുന്നു, പുരോഹിതന്മാർക്ക് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു, ഫ്രാൻസിൽ നിന്നും പുറത്താക്കി. ഇനി അടുത്ത് പറയുന്നത് റൂസോ ആണ്.
വിദ്യാഭ്യാസ ചിന്തകനും രാഷ്ട്രീയ മീമാംസകനുമായിരുന്നു റൂസോ. അദ്ദേഹത്തിൻ്റെ കൃതിയായ സാമൂഹ്യ ഉടമ്പടി, സോഷ്യൽ കോൺട്രാക്റ്റ്, ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹ്യ ഉടമ്പടി, ദി സോഷ്യൽ കോൺട്രാക്റ്റ്, വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ചു. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്വങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു, അതിനാൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് ഇത്, സാമൂഹ്യ ഉടമ്പടി, ദി സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന അദ്ദേഹം വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു നിർവചനമാണ് എന്ത്? ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു, അതിനാൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് ആരാണ്? റൂസോയാണ്. അതേപോലെ ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു, അതിനാൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് പറഞ്ഞത് ആരാണ്? റൂസോ ആണ്. റൂസോ നിലവിലുള്ള അധികാരഘടനയെ എതിർത്തു. റൂസോയുടെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്നതായിരുന്നു റൂസോയുടെ അഭിപ്രായം. റൂസോയുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? അത് റൂസോ ആണ് പറഞ്ഞത്. ഇനി ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായിരുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മോണ്ടസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3 തിരിക്കാമെന്ന് നിർദ്ദേശിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ദി സ്പിരിറ്റ് ഓഫ് ലോ, നിയമത്തിൻ്റെ ആത്മാവ്, ദി സ്പിരിറ്റ് ഓഫ് ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? റൂസോൻ്റെ നമ്മൾ പറഞ്ഞത് ഇത് സോഷ്യൽ കോൺട്രാക്റ്റ്, സാമൂഹ്യ ഉടമ്പടി എന്ന് പറയുന്ന കൃതി. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ നിയമത്തിൻ്റെ ആത്മാവ്, നിയമത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ്. അപ്പം മോണ്ടസ്ക്യൂവിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. മോണ്ടസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3 തിരിക്കാമെന്ന് പറഞ്ഞു. നിയമത്തിൻ്റെ ആത്മാവ് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ദി സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന ഗ്രന്ഥം. ഗവൺമെൻറ്റിൻ്റെ തത്വങ്ങളും നിയമത്തിൻ്റെ, ഒന്നുകൂടെ പറയാം, മോണ്ടസ്ക്യൂവിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ഇത്, നിയമത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ തത്വങ്ങളും നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും പരിണാമവും വിശകലനം ചെയ്യുന്നു. ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിൻ്റെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ നിർണായകമായി സ്വാധീനിച്ചു. തൻ്റെ വിഖ്യാതമായ ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ് രാജാവിൻ്റെ ദൈവദത്ത അവകാശത്തെയും സ്വേച്ഛാധികാരത്തെയും നിരാകരിച്ചു. ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു. ഇവരിൽ പ്രമുഖരായിരുന്നു ടാർക്കോ ആൻഡ് നെയ്ക്കർ, ജോൺ ലോക്ക്. ഓക്കെ അല്ലേ? ലൂയി 16 ഉപദേഷ്ടാവായിരുന്ന ടാർക്കോ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചു. മധ്യവർഗത്തിൻ്റെ താൽപ്പര്യങ്ങളായിരുന്നു ഇവരുടെ സാമ്പത്തിക നയങ്ങൾ പ്രതിഫലിച്ചത്. കൃഷിക്ക് പ്രോത്സാഹനം നൽകുക, ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. അപ്പോൾ ടാർക്കോ, നൈക്കർ എന്ന് പറയുന്നവർ സാമ്പത്തിക വിദഗ്ധരാണ്. ഫ്രഞ്ച് ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന സാമ്പത്തിക വിദഗ്ധരാണ്. ഇവർ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു. ഇനി ഇവരുടെ ഒരു ആശയം എന്ന് പറയുന്നത് എന്താണ്? കൃഷിക്ക് പ്രോത്സാഹനം നൽകുക, അതേപോലെ ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമായിരുന്നു. ഈ പരിഷ്കരണങ്ങൾ
ഒരു പരിധിവരെ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി. എന്നാൽ മാരി ആൻറ്റോണിയറ്റ് ചെലവ് ചുരുക്കാൻ തയ്യാറാകാതിരുന്നത് ടാർഗോയും രാജ്ഞിയുമായി ശത്രുതയിലാകുന്നതിന് കാരണമായി. രാജ്ഞിയുടെ എതിർപ്പ് മൂലം ലൂയി 16 ടാർഗോയെ മന്ത്രിസ്ഥാനത്തു നിന്നും പിരിച്ചുവിട്ടു. പുതിയ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട നൈക്കർ ടാർഗോയുടെ പരിഷ്കരണം തുടരുവാൻ ശ്രമിച്ചെങ്കിലും ദേശീയസഭയുടെ എതിർപ്പും ഇംഗ്ലണ്ടുമായുള്ള യുദ്ധവും മൂലം പുറത്താക്കപ്പെട്ടു. തുടർന്ന് അധികാരത്തിൽ വന്ന രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾക്കും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല. ഗത്യന്തരമില്ലാതെ നൈക്കറെ തിരികെ വിളിക്കാൻ രാജാവ് നിർബന്ധിതനായി. ഓക്കെ അല്ലേ? ഇനി സലോണുകളും കോഫി ഹൗസുകളും. ഫ്രാൻസിൽ സലോണുകളും കോഫി ഹൗസുകളും ആശയവിനിമയത്തിനും രാഷ്ട്രീയ ചർച്ചയ്ക്കുമുള്ള കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നു. വിദ്യാഭ്യാസ സമ്പന്നരും പ്രബുദ്ധരുമായ സ്ത്രീകൾ അവരുടെ വീടുകളിലാണ് സലോണുകൾ സംഘടിപ്പിച്ചിരുന്നത്. ഈ സലോണുകളിൽ ദാർശനികർ, എഴുത്തുകാർ, ചിന്തകർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നിവരുടെ ആശയങ്ങളെപ്പറ്റി ചർച്ചകൾ നടന്നു. ഈ ചർച്ചകൾ വിപ്ലവ ആശയങ്ങൾക്ക് പ്രചോദനം നൽകി. അതുപോലെ സാധാരണ പൗരർ, പത്രപ്രവർത്തകർ തുടങ്ങിയവർ സ്ഥിരമായി ചർച്ച നടത്തിയിരുന്ന ജനപ്രിയ കേന്ദ്രങ്ങളായി കോഫി ഹൗസുകൾ മാറി. ഇവിടങ്ങളിൽ വിപ്ലവ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുകയും സ്വേച്ഛാധിപത്യം വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു. ജസ്റ്റ് ഒരു പാരഗ്രാഫ് പോലെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമ്മളിതിൽ പഠിച്ചതിൽ ഈ ചിന്തകർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ച ചിന്തകർ ആരൊക്കെയായിരുന്നു? മോണ്ടസ്ക്യൂ പഠിച്ചു. പിന്നെ ആരായിരുന്നു? റൂസോനെ കുറിച്ച് പഠിച്ചു. അതേപോലെ വോൾട്ടയർ. ഇവർ 3 പേരെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അതിൽ റൂസോയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ദി സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്, സാമൂഹ്യ ഉടമ്പടി എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു, അതിനാൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു അഭിപ്രായമാണ് നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത് റൂസോയാണ്. ദെൻ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും ചങ്ങലയിലാണെന്ന് പറഞ്ഞതും റൂസോയാണ്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു? ജോൺ ലോക്കിനെ കണ്ടു. ജോൺ ലോക്ക് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ജോൺ ലോക്കിനെയായിരുന്നു. ജോൺ ലോക്കർ, പിന്നെ അതേപോലെ ടാർഗോ നൈക്കറും സാമ്പത്തിക വിദഗ്ധരായിരുന്നു. ജോൺ ലോക്ക് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ചിന്തകനായിരുന്നു. പിന്നെ നമ്മൾ വിട്ടുപോയ ഒരാളാണ് ആര്? മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. മോണ്ടസ്ക്യൂ നമ്മുടെ ഗവൺമെൻറ്റിനെ 3ആയിട്ട് തിരിക്കണമെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് നിയമത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കുന്നു. ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് അഭിമുഖീകരിച്ച കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഇത് തരണം ചെയ്യാൻ പുതിയ നികുതികൾ ചുമത്തേണ്ടത് അനിവാര്യമായി മാറി. ഇതിനായി നൈക്കറിൻ്റെ നിർദ്ദേശപ്രകാരം ലൂയി 16 ഫ്രഞ്ച് പാർലമെൻറ്റായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. 175 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ സംഘാടനത്തെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉടലെടുത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ എസ്റ്റേറ്റ് ജനറലും 3ആയി വിഭജിക്കപ്പെട്ടിരുന്നു. 3 എസ്റ്റേറ്റുകളും പ്രത്യേകം ആളുകളിലാണ് സമ്മേളിച്ചിരുന്നത്. നമ്മൾ നേരത്തെ ഫസ്റ്റ് പാർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. 1614 അവസാനമായിട്ട് ഫ്രാൻസിൽ പാർലമെൻറ്റ് സമ്മേളിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ 175 വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസിൽ വീണ്ടും പാർലമെൻറ്റ് സമ്മേളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഫ്രാൻസിൽ ജനങ്ങളെ എങ്ങനെയാണോ 3
തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പാർലമെൻറ്റിലും ആ വേർതിരിവുണ്ടായിരുന്നു. ഇവർ 3 പേരും 3 എസ്റ്റേറ്റുകളും പ്രത്യേകം ഹാളുകളിലായിരുന്നു സമ്മേളിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രഞ്ച് ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനം മാത്രമായിരുന്ന പുരോഹിതർക്ക് പ്രതിനിധി സഭയിൽ 285 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഫ്രഞ്ച് ജനസംഖ്യയിൽ ഏകദേശം 1,40,000 മാത്രമായിരുന്ന പ്രഭുക്കൾക്ക് പ്രതിനിധി സഭയിൽ 308 അംഗങ്ങളുണ്ടായിരുന്നു. ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രതിനിധി സഭയിൽ 621 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സ് ഓർത്ത് വയ്ക്കാം. ഫ്രഞ്ച് പാർലമെൻറ്റിൽ പുരോഹിതന്മാരുടെ പ്രതിനിധി സഭയിലുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 285 ആണ്. അതേപോലെ പ്രഭുക്കന്മാരുടെ എന്ന് പറയുന്നത് 308 അംഗങ്ങളാണ്. ഇനി ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രതിനിധി സഭയിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 621 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 1ഉം 2ഉം എസ്റ്റേറ്റുകളിലെ അംഗത്വം പരമ്പരാഗതമായിരുന്നു. എന്നാൽ 3 എസ്റ്റേറ്റിലെ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് 2 എസ്റ്റേറ്റിലും അംഗത്വം ലഭിച്ചിട്ടുണ്ടായിരുന്നത് പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന പരമ്പരാഗതമായിട്ടാണ് അവർക്ക് പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും പാർലമെൻറ്റിൽ പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സാധാരണക്കാർ പാർലമെൻറ്റിൽ പ്രാതിനിധ്യം ലഭിച്ചിരുന്നത് അവർക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടായിരുന്നു. ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നതായിരുന്നു നിലനിന്നിരുന്ന രീതി. ആദ്യത്തെ 2 സഭകളും ഇതിനെ പിന്തുണച്ചു. 1ഉം 2ഉം എസ്റ്റേറ്റുകൾ ഒത്തുചേർന്നാൽ ഭൂരിപക്ഷം ഉറപ്പാക്കി അവർ ഭരണകൂടത്തെ നിയന്ത്രിക്കാം എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം. ഓക്കെ, അപ്പോൾ ഇവർ പ്രാതിനിധ്യം നോക്കുമ്പോഴും 621 പേരുള്ള സാധാരണക്കാരായിരുന്നു പാർലമെൻറ്റിൽ കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ടും ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവരുടെ പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ആളുകൾക്കും ഓരോ വോട്ട് എന്നതിന് പകരം ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നുള്ള രീതിയിലായിരുന്നു അവർ പാർലമെൻറ്റിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് മിക്കപ്പോഴും എന്നല്ല എല്ലായ്പ്പോഴും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഒരുമിച്ച് ചേർന്നിട്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ടൈമിൽ ഭൂരിപക്ഷം വോട്ട് അവർക്ക് ലഭിക്കും. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പിന്തള്ളപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിഭാഗങ്ങളുടെ ആവലാതികളും ആവശ്യങ്ങളുമായി തങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിഭാഗങ്ങളുടെ ആവലാതികളും ആവശ്യങ്ങളുമായി എത്തിച്ചേർന്നവരായിരുന്നു 3ആം എസ്റ്റേറ്റിലെ എല്ലാ പുതിയ പ്രതിനിധികളും. എന്നാൽ രാജാവായ ലൂയി 16 ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള യാതൊരു മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നില്ല. പാർലമെൻ്ററി സമ്പ്രദായത്തെക്കുറിച്ച് രാജാവിന് വേണ്ടത്ര പരിജ്ഞാനമില്ലാത്തതായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പാരഗ്രാഫിൽ മെയിനായിട്ട് ആലോചിച്ച് വയ്ക്കേണ്ടത് ഇവിടെയുള്ള ആളുകളുടെ, അതായത് ഓരോ എസ്റ്റേറ്റിലുള്ള ആളുകളുടെ എണ്ണമാണ്. 1ആമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 285 ആണ്. 2ആം എസ്റ്റേറ്റിലുണ്ടായിരുന്നത് 308 അംഗങ്ങളാണ്. 3ആം എസ്റ്റേറ്റിലുണ്ടായിരുന്നത് 621 അംഗങ്ങളാണ്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ്. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1789 വെച്ചിലാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി നോക്കാം. 3ആം എസ്റ്റേറ്റിൻ്റെ പ്രതിനിധികൾ 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യത്തെ 2 സഭകളും ഇതിനോട് അനുകൂലിച്ചില്ല. ഇതേ തുടർന്ന് 1789 ജൂൺ 17-ാം തീയതി 3ആം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ന് വിളിക്കുകയും ചെയ്തു. ഉപരിസഭകളുടെ പിന്തുണയോടെ ലൂയി 16 ഈ സഭ സമ്മേളിച്ചിരുന്ന ഹാൾ അടച്ചിടുകയും പട്ടാളക്കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ജൂൺ 20-ന് റാങ് സിൽവിയൻ ബൈലി, അബ്ബേ സിയേസ് മിറാബോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിൽ 3ആം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഓക്കെയാണോ? ഡേറ്റ് ആലോചിച്ച് വയ്ക്കുക. 1789 ജൂൺ 17-ാം തീയതി 3ആം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഫ്രഞ്ച് ദേശീയ സഭ എന്ന പേരിലൊരു സഭ രൂപീകരിച്ചു. അവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ ജൂൺ 20-ന് റാങ് സിൽവിയൻ ബൈലി, അബേ സിയസ് മിറാബോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ടെന്നീസ് കോർട്ടിൽ
സമ്മേളിച്ചു. ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോകില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇത് പിൽക്കാലത്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെട്ടു. ഓക്കെ അല്ലേ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെട്ടു. ഈ സംഭവമാണ് പാഠഭാഗത്തിൻ്റെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. നമ്മളവിടെ ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേശീയ സഭയുടെ ഈ സമ്മേളനമാണ് പിൽക്കാല ചരിത്രത്തിൽ ടെന്നീസ് കോർട്ട് അസംബ്ലി എന്ന പേരിൽ വിഖ്യാതമായത്. ദേശീയ സഭയുടെ ഈ സമ്മേളനമാണ് പിൽക്കാലത്ത് ടെന്നീസ് കോർട്ട് അസംബ്ലി എന്ന പേരിൽ വിഖ്യാതമായത്. ഓക്കെ അല്ലേ. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് എന്നായിരുന്നു? 1789 ജൂൺ 20-നാണ്. ആരുടെയൊക്കെ നേതൃത്വത്തിലായിരുന്നു? ഴാങ് സിൽവിയൻ ബൈലി, അബേ സി എസ് മിറാബോ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു. ഓക്കെ, അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാസ്റ്റിലിൻ്റെ പതനവും വിപ്ലവത്തിൻ്റെ ആരംഭവും എന്നുള്ള പോർഷനാണ്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് ചെയ്യാം.